ശ്രുതി എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളിലും സോഷ്യലി തുറന്നു പറയുന്ന ആളാണ്. പലപ്പോഴും അതിൽ കൂടുതൽ കമന്റ്സ് ഒക്കെ ശ്രുതിക്കെതിരെയൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേരളത്തിലൊരു വലിയ അതെ അതിനൊക്കെ ചിലതിനൊക്കെ മറുപടിയും കൊടുക്കാറുണ്ട്, നല്ല അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ അതും കണ്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിലൊരു വലിയ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്ന നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഭാഗത്ത് നിന്നാണ്. കറുപ്പിന് എന്താണ് കുറവ് എന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് ചോദിക്കേണ്ടി വന്ന, ഞാൻ അപ്പോസിഷനെയാണ് പറയുന്നത്, അവർക്ക് പോലും ചോദിക്കേണ്ടി വന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ വിഷയത്തിൽ നമ്മൾ ബോഡി ഷേമിങ്ങിനെ കുറിച്ചൊക്കെ നേരത്തെ ശ്രുതി തന്നെ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതിന് തെളിവല്ലേ അത്? അത് നിലനിൽക്കുന്നത് ഇതില് അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇതിനകത്തെ ഒരു സാഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ശാരദാ മാമിനെ പോലെ അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കുമ്പോ അല്ലാതിരിക്കുന്നവർ നേരിടേണ്ടി വരുന്നതിനെ പറ്റി ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ കൂടെ മതി. ഇപ്പം അത്രയും എത്തിയിട്ടില്ലെങ്കിലും ഞാനൊരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് IBS എന്ന് പറയുന്ന ഒരു അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ വെയിറ്റ് ലോസ് ആയത്. അപ്പം നമ്മൾ പോകുന്ന മെന്റൽ ട്രോമ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കാരണം നമുക്ക് വിശക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഞാനൊരു 1 വീക്ക് കൊണ്ടാണ് 53 kg 38 kg മാറുന്നത്. അപ്പം ഇതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നു, അതിന്റെ കൂട്ടത്തിൽ വർക്ക് ഇതാകുന്നു. അങ്ങനെ നമ്മൾ ഒരു റോളർ കോസ്റ്ററിലാണ് പോകുന്നത്. അപ്പം ആളുകൾ കാര്യം അറിയാതെ അവർക്ക് ചുമ്മാ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. മെലിഞ്ഞിരിക്കുക, കൊട്ടനടിച്ചിരിക്കുക, കണ്ണ് രണ്ടും ഇപ്പൊ വെളി വരുമല്ലോ, ഈർക്കിലേക്ക് എന്തോ ചുറ്റിയ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് വളരെയധികം മാനസികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പൊ ഞാനത് പ്രതികരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും അവരും ഇത് നേരിടുന്നുണ്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ ധൈര്യം ഉണ്ടാവണമെന്നില്ല. ഈ പറയുന്ന പോലെ പലരും പല സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്, പല പേരന്റിങ്ങിന്റെ ഇടയിൽ നിന്നാണ് വരുന്നത്. ചിലർക്ക് അവരുടെ ശബ്ദം തുറന്നു പറയാൻ പേടി ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അതല്ലെങ്കിൽ ചിലപ്പം ഒരു ചെറിയ വാക്ക് കൊണ്ട് അവരുടെ ഫുൾ ലൈഫ് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. അതല്ലാതെ അവർ ഏത് നിറമാണെങ്കിലും എങ്ങനെ ഇരുന്നാലും പൊക്കം ഉണ്ടെങ്കിലും പൊക്കം ഇല്ലെങ്കിലും ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എത്രയോ പേര് എനിക്ക് അറിയാവുന്നത് തന്നെ നല്ല ഭംഗി എന്ന് ഇപ്പം നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതിയിൽ നല്ല നിറമുണ്ടാവും, നല്ല മറ്റേ ഈ പുരുഷ സങ്കല്പം അല്ലെ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്ന പോലെ വടിവൊത്ത ഇതുമൊക്കെ ഉണ്ടാവും. പക്ഷെ സ്വഭാവം നല്ലതല്ലെങ്കിൽ ഇത് എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഇതെല്ലാം ചെയ്തിട്ട് ഒരു മക്കളെ പീഡിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അനിയനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇത് എന്തുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. ദർ ഇസ് നോ യൂസ് അല്ലേ. ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതാണ് മനുഷ്യന് വേണ്ടത്. അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ടാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മളിത് സംസാരിക്കുമ്പോൾ ശ്രുതി, നമുക്ക് ശാരദാ മാമിന്റെ ആ വാക്കുകളൊന്ന് കേട്ട ശേഷം നമുക്കൊന്ന് ഊർജം പകരുന്ന വാക്കുകളാണ്. അതൊന്ന് വാക്കുകൾ കേട്ട ശേഷം ഞാൻ ശ്രുതിയിലേക്ക് മടങ്ങിയത്. ഒരു പ്രതികരണം ഉണ്ടായി. അപ്പൊ ആ പ്രതികരണത്തിനകത്ത് നമ്മൾ തുലന ചെയ്യായിരുന്നല്ലോ. എൻ്റെ ഭർത്താവ് ചീഫ് സെക്രട്ടറി ആയിരുന്നതും ഞാൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്നതും. അപ്പൊ ആ തുലനയിൽ ഇത്തരത്തിലുള്ള തുലനകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷെ കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുള്ളൊരു തുലന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അത് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്? ഇപ്പം ഞാൻ കറുപ്പായതുകൊണ്ട് എൻ്റെ കറുപ്പിനെ പരാമർശിച്ചു വന്നു. അപ്പം കറുപ്പ് എന്നുള്ളതാണോ എന്ന് തുടങ്ങിയ ആ ചിന്തയിൽ നിന്ന് പിന്നെ അതൊരു നിമിത്തമായിട്ടാണ്. വാസ്തവത്തിൽ ഈ കറുപ്പ് എന്നുള്ള നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പൊ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു യുദ്ധക്കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ വന്നതാണ്. തെറ്റായ ബോധം എന്താ? നമ്മുടെ എല്ലാവരുടെയും ബോധത്തിലുള്ളതല്ലേ, നമ്മളെല്ലാവരും അറിഞ്ഞു അറിയാതെ. അതാണ് ശ്രുതി, അതിൽ ആ പറച്ചിലുണ്ട്. ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. അത്രയും ബോൾഡായിട്ടുള്ള ശാരദാ മാമിന് പോലും അത് കേട്ടപ്പോൾ ആദ്യം ശ്രുതി പറഞ്ഞതുപോലെ നമ്മളതെങ്ങനെ ബാധിക്കുന്നു എന്ന് ഈ പറയുന്നവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യം ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഡിലീറ്റ് ചെയ്തു, പിന്നെയും ഇട്ടു. അപ്പൊ ഇനി യുദ്ധത്തിന് ഇറങ്ങാൻ വേണമെങ്കിൽ എന്നുള്ളതാണ് അവിടെ നിന്നുള്ള മറുപടി. എന്താണ് തോന്നുന്നത്? അത് മേ ബി ഇപ്പം ആദ്യം ഇട്ട് കഴിഞ്ഞ് എന്തിനാണ് വെറുതെ എന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷെ
ഞാനത് വായിച്ചപ്പോ പറഞ്ഞു കുറെ പേര് വെൽവിഷേഴ്സ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇപ്പം മാമിന്റെ ഇതില് തന്നെ പറഞ്ഞു, ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത് പ്രതികരിക്കൂ എന്നുള്ളത്. അത് ഇവരെ പോലെ ഉള്ള അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരും സംസാരിക്കണം. നമുക്കിപ്പം ഇതുവരെ വന്ന ജനറേഷനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ പോയ ജനറേഷനെ ആണെങ്കിൽ ഇപ്പം എന്റെയൊക്കെ എന്ന് പറയുമ്പം എന്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള മൂത്തവരുണ്ട്, അവരെയും നമുക്കൊന്നും പറഞ്ഞു തിരുത്താൻ പറ്റില്ല. കാരണം അവര് പഠിച്ചതേ പാടൂ എന്നുള്ളത് പോലെയാണ്. അവർ പഠിച്ച് വന്നത് തന്നെ ഇതാവുള്ളൂ. അവർക്ക് അതിൽ നിന്ന് റെക്കർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ അതിനകത്ത് എന്താ മാം ആ പോസ്റ്റില് പറയുന്നുണ്ടായിരുന്നു, വീണ്ടും അമ്മേനോട് 5 വയസ്സുള്ളപ്പോഴെന്തോ ചോദിച്ചെന്ന് എന്നെ ഗർഭപാത്രത്തിൽ എടുത്തിട്ട് വീണ്ടും വെളുത്തതായിട്ട് ഇറക്കാൻ പറ്റുമോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുവോ, അത് ഇറ്റ് ഈസ് ലൈക്ക് വെരി യങ്ങർ ഏജ് അല്ലെ. ഒരു 5 വയസ്സെന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായമാണ്. ആ പ്രായത്തിൽ അത് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോ ആ കുട്ടീന്റെ ചുറ്റും നിൽക്കുന്നവരോ നീ കറുത്തിട്ടാണ്, അയ്യേ നീ കറുത്തിട്ടാണല്ലോ, ഇതുപോലുള്ള വാക്കുകൾ വളരെ അലക്ഷ്യമായി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അയ്യേ മെലിഞ്ഞിരിക്കുവാ, എന്ത് കോലമായത്, ഇതുപോലുള്ള വാക്കുകള് നമ്മള് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു ബേസിക് മാനേഴ്സ് ആയിട്ട് വീടുകളിൽ പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴേ നാളെ ഉള്ള സമൂഹം, അല്ലെങ്കിൽ ഇനിയിപ്പം എനിക്കുണ്ടാവാൻ പോകുന്ന ജനറേഷൻ, അല്ലെ എന്റെ താഴെ വരുന്ന ജനറേഷനുകൾ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. അത് ഇനിയിപ്പം നമുക്കിപ്പം നമ്മുടെയൊക്കെ കാരണവരായിട്ട് നിൽക്കുന്നവരെ ഒന്നും നമുക്ക് പറഞ്ഞു തിരുത്താനൊന്നും പറ്റില്ല. അതാണ് എനിക്ക് അവിടെ ഒരു ചോദ്യം ഉള്ളത്. ഈ കാർന്നോമാരുടെ കാര്യം പറയുമ്പോൾ അവരെന്നാ പിന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നുണ്ട്, പക്ഷെ അവര് വിടുന്നില്ല. അവരപ്പോഴും നമ്മളെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള വിമർശനങ്ങളോട് എങ്ങനെയാ അപ്പൊ പ്രതികരിക്കാറ്? എന്റെ ചുറ്റിനും വരുന്ന വിമർശനങ്ങളോട് ഞാൻ പ്രതികരിക്കാറുണ്ട്. അത് ഏതറ്റം വരെ പോയാലും ഞാൻ പ്രതികരിക്കാറുണ്ട്. എനിക്കറിയാം ചില സമയത്ത് നമ്മളുടെ വേസ്റ്റ് ഓഫ് എനർജി ആണെന്ന്. പക്ഷെ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവിടെ ചുറ്റും നിന്ന് കേൾക്കുന്നതിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും. കാരണം അവരത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ പെർസ്പെക്റ്റീവ് മാറി ചിന്തിക്കണം. ഇതിലല്ല കാര്യം, ഹ്യൂമാനിറ്റിയിലാണ് കാര്യം. കറുപ്പിലും വെളുപ്പിലും നിറത്തിലും ഇതിലും ഒന്നും കാര്യമില്ല. നമ്മളെ ഒരു സഹജീവിയായി നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, നമ്മളുടെ പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഉരുള ചോറ് തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി കാണിക്കുന്നുണ്ടോ, അതിലാണ് കാര്യം. അന്ന് അവർക്ക് മനസ്സിലാകുന്നിടത്തോളം കാലം പ്രതികരിക്കും. അല്ലാതെ നമുക്കിപ്പോ എല്ലാരെയും നന്നാക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ മാറുന്നവർ മാറട്ടെ, മാറ്റം വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.